മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് നല്ലൊരു ബീൻസ് തോരൻ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തോരൻ. ഒരു കടായി എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു സവോളയും 2 പച്ചമുളകും, ഞാനിപ്പം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് 1-2 പച്ചമുളകും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കിട്ടും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിനകത്തൊരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് വഴറ്റണം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സവോള വഴന്ന് കിട്ടും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ, വല്ലാതെ അങ്ങ് മഞ്ഞ കളർ ഇരിക്കുന്ന ഒരു സുഖമില്ലത്. കുറച്ച് മഞ്ഞൾപ്പൊടിയെ ഞാൻ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഒരു ലൈറ്റ് യെല്ലോ കളറേ ആകുള്ളേ തോരന്. ഇത് നന്നായിട്ടൊന്ന് വഴലണേ. തേങ്ങ ചതച്ചും നമുക്കിതുപോലെ തോരൻ വെക്കാം, ബീൻസ് തോരൻ ഉണ്ടാക്കാം. മുളകും കുറച്ചൊരു ചെറിയ ജീരകവും തേങ്ങയും എല്ലാം കൂടെ ചതച്ചിട്ടിട്ട് നമുക്ക് തോരനുണ്ടാക്കാം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന രീതിക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊരു 1/2 കിലോ ബീൻസ് ഉണ്ട്. ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കണം. ഈ എണ്ണയ്ക്കകത്ത് ഒരു 1-2 മിനിറ്റോ ഈ ബീൻസും കൊണ്ടിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട്. ഈ തോരനൊക്കെ ആണെങ്കിലും പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അരപ്പെല്ലാം കൂടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒരു സ്വല്പം വെള്ളവും ഒഴിച്ച് വേവിച്ചിട്ട് അവസാനം കടുക് വറുക്കാം. അങ്ങനെ അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാതെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം, കുറച്ച് മതി, ഒരുപാട് കൂടരുതേ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി വെന്താൽ ഇതങ്ങ് തോരനെല്ലാം കൂടെ കുഴഞ്ഞു പോകും. അങ്ങനെ ഒരുപാട് അങ്ങ് കുഴഞ്ഞു വരരുത്. ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. നമ്മളൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട് ഈ ബീൻസ് അടച്ചു വെച്ചിട്ട് തുറന്നു നോക്കാം. നമ്മൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ, ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് അതിൻ്റെ പുറത്തേക്ക് ഇതൊന്ന് ആക്കി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണം. ഇപ്പം നമ്മൾ സിമ്മിലാണ് വെച്ചേക്കുന്നത്, കാരണം വെള്ളമെല്ലാം ഇതിൻ്റെ വറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വേവും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. തേങ്ങയൊക്കെ നമ്മൾ അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചപ്പോഴത്തേന് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രൈ ആക്കി അങ്ങ് എടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ എന്നാ പറ്റുമെന്ന് അറിയാവോ? കുഴഞ്ഞു പോയിട്ട് തോരന് ഒരു ഭംഗിയില്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ സിമ്മിലൊക്കെ വെച്ചങ്ങ് വേവിച്ചാൽ മതി. ഇതിനൊന്നും ഒരുപാട് വേവൊന്നുമില്ല, ബീൻസിനൊന്നുമേ. ഇപ്പോൾ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് അതൊക്കെ വളരെ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം മതി, അതിൻ്റെ അപ്പുറം ഒന്നും വേണ്ട. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. ഇപ്പം വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഈ സമയം നോക്കിക്കോണം. സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചാൽ മതി. അന്നേരത്തേന് ഇത് കറക്റ്റ് വെന്ത് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ബീൻസ് തോരനായത്, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മളിത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റും കൂടെ കഴിഞ്ഞ് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ഈ തോരന് ഒരുപാട് മഞ്ഞ കളറില്ല കേട്ടോ. ഞാൻ മോരുകറിക്കോ അല്ലെങ്കിൽ തോരനോ ഒന്നും ഒത്തിരി മഞ്ഞൾ ഞാൻ ഇടത്തില്ല, അതെനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്താൽ മതി. ഞാൻ അധികം ഉപയോഗിക്കത്തില്ല, ഇങ്ങനെ ഈ ഒരു കളറിൽ ഞാൻ വെക്കത്തുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് തോരന്, വല്ലാതെ കുഴഞ്ഞു പോകരുത്. തോരൻ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ ഈസി ആയിട്ടുള്ള ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഇത് തണുക്കുന്നിടം വരെ ഒന്ന് തുറന്ന് വെച്ചേക്കണം, അല്ലാതെ തോരനുണ്ടാക്കി അന്നേരം അടച്ചു വെക്കരുത്. ആ ഒരു വെള്ളം ഇറങ്ങിയിട്ട് വീണ്ടും ഇതിങ്ങനെ ഒരു കുഴഞ്ഞു വരും. അപ്പോൾ ഇതൊന്ന് ആവിയൊക്കെ പോകുന്നിടം വരെ
ഇതുപോലൊന്ന് നിരത്തി വെച്ച് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മുടെ അടിപൊളി ബീൻസ് തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു ഡിഷിലേക്ക് മാറ്റിയാൽ മതി. നമ്മുടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ബീൻസ് തോരൻ ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ, ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.